പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായുള്ള ക്രിയേറ്റീവ് കോർണറുകളുടെ മികവുത്സവം ക്രിയേറ്റീവ് ഫെസ്റ്റ് 2026 സമാപിച്ചു. ചടങ്ങ് പറളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അനുവദിക്കപ്പെട്ട 24 ക്രിയേറ്റീവ് കോർണറുകളാണ് അവതരണങ്ങളിൽ പങ്കെടുത്തത്. ഫാഷൻ ടെക്നോളജി, കുക്കിംഗ്, ഇലക്ട്രോണിക്സ്, വുഡ് വർക്ക്, പ്ലംബിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നിങ്ങനെ ലൈവ് സെഷനുകളോടൊപ്പം പ്രദർശനങ്ങളും നടന്നു. ക്രിയേറ്റീവ് കോർണർ പറഞ്ഞാൽ ആദ്യം ഞങ്ങൾക്കൊരു ആകാംക്ഷയായിരുന്നു, അതിൻ്റെ ഉള്ളിൽ എന്താണ്, അവിടെ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾ ടീച്ചർമാർ ഞങ്ങളെ ഓരോരുത്തരെയും അതിലേക്ക് വിളിച്ച് അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ ആകെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് കോർണർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആകാംക്ഷ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ ഞങ്ങളോട് അവിടെ പല കാര്യങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ വിളിച്ചു. ഞങ്ങൾക്ക് അത് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ സ്റ്റിച്ചിങ്, ഫാബ്രിക് പെയിൻറ്റിങ്, എംബ്രോയിഡറി, അങ്ങനെ പല കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ നല്ല മടിയായിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ വന്നപ്പോൾ കുക്ക് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രദർശനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ തയ്യാറാക്കിയ സ്കൂളുകൾക്കും പ്രദർശനത്തിൽ മികച്ച രീതിയിൽ പങ്കെടുത്ത സ്കൂളുകൾക്കും ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പാലക്കാട് വിദ്യാഭ്യാസ ഡയറക്ടർ ടി വി സലീന ബീവി, മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അനിത, പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ, പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു, സമഗ്ര ശിക്ഷ കേരള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ഭക്തഗിരീഷ്, ബീന, കൊല്ലങ്കോട് BPC ഹബീബ് റഹ്മാൻ, സമഗ്ര ശിക്ഷ കേരളയിലെ ട്രെയിനർമാർ, CRCC അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള ക്രിയേറ്റീവ് കോർണറുകൾ പഠനത്തിൽ കുട്ടികളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുവെന്ന് നമുക്ക് ഇവിടുത്തെ ഓരോ സ്റ്റാളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് 7 മേഖലകളായി പ്ലംബിങ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ 7 മേഖലകളായി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. പാഠഭാഗത്ത് ഒരു ആശയം പഠിച്ചാൽ ആ ആശയത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർഷിക മേഖലയിലെ ഡ്രിപ്പ് ഇറിഗേഷൻ, ആ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം എങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ കുറഞ്ഞ ജലം ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്താം. അതേപോലെ തന്നെ ഇപ്പോൾ ഗണിതത്തിലെ ഒരു സമാന്തര വരകൾ എന്ന ആശയം. പക്ഷേ ഈ സമാന്തര വരകൾ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് കുട്ടി ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അതൊരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഒരു വാതിൽ ഫിക്സ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പോൾ ഫിക്സ് ചെയ്യുന്നോ ഒക്കെ എങ്ങനെയാണ് ഇതിനെ പ്രാക്ടിക്കലാക്കുക. പെർപെൻഡിക്കുലർ എന്ന ആശയം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ പഠിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലാക്കുക. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം കുട്ടികളും 50ഓളം അധ്യാപകരും പ്രദർശനമേളയിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.